കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 5. രചന ശാലിനി PA. ട്യൂഷൻ സെന്ററിൽ നിന്നും നദി വീട്ടിലേക്ക് എത്തുമ്പോൾ മണി 6:30 കഴിഞ്ഞു. എത്ര വയ്യെങ്കിലും പൂമുഖത്തിരിക്കുന്ന അമ്മയെ അന്ന് അവൾ കണ്ടില്ല. ശരീരം എത്ര തന്നെ അവശത കാണിച്ചാലും നദി വരുന്ന സമയം ആകുന്ന നിമിഷം യാമിനി പൂമുഖത്തെത്തിയിരിക്കും. തന്റെ ജീവിതം തുച്ഛമാണെന്ന് അവർക്കറിയാം. ഏറിയാൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരാഴ്ച, അതുമല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിലെന്തെങ്കിലും, അത്രയേ ഉള്ളൂ തനിക്ക് ആയുസ് എന്ന് അവർക്ക് നന്നായി അറിയാം. ജീവിച്ചിരിക്കുന്ന സമയം അത്രയും മകളെ കാത്തിരിക്കുന്ന ഒരമ്മയാകും. ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് വയ്യായികളും മകളെ കാത്തിരിക്കാനായി അവർ പൂമുഖത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് കയറിയതും നദി ടെൻഷൻ എടുത്ത് അകത്തേക്ക് പാഞ്ഞു. കിടക്കയിൽ തളർന്നു കിടക്കുന്ന അമ്മയെ കണ്ടതും അവൾ ആദിയോടെ അരികിൽ ചെന്നിരുന്നു. അമ്മേ, എന്താ കിടക്കുന്നത്? വയ്യേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. യാമിനി പതിയെ മിഴികൾ തുറന്ന് മകളെ നോക്കി. ഒരുപാട് നേരം കരഞ്ഞതുപോലെ അവരുടെ കൺപോളകൾ വീർത്തിരുന്നു. വെറുതെ കിടന്നതാ, എനിക്കൊന്നുമില്ല. മോള് പോയി കുളിച്ച് വേഷം മാറി ചായ കുടിച്ചിട്ട് വാ. യാമിനി എഴുന്നേറ്റിരുന്ന് അഴിഞ്ഞു വീണ മുടി വാരിക്കെട്ടി. അമ്മയ്ക്ക് കുഴപ്പമില്ലെന്നറിഞ്ഞതും അവൾ ആശ്വാസത്തോടെ ഫ്രഷ് ആവാനായി അവളുടെ റൂമിലേക്ക് പോയി. കിടക്കയിൽ 2 കൈയും കുത്തിയിരുന്നു കൊണ്ട് കുറച്ചു മുൻപിറങ്ങേറിയ രംഗങ്ങൾ അവൾ മനസ്സിൽ ഓർത്തെടുത്തു. അയാൾ മകളെ കണ്ടെത്തിയിരിക്കുന്നു. ഒരിക്കലും അയാൾ മകളിലേക്ക് എത്തില്ലെന്ന് കരുതിയ ഞാൻ വീട്ടിയായി. ഇങ്ങനെയൊരു അച്ഛനെ അവൾ അറിയരുതെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവളോട് ഇതുവരെ അവളുടെ അച്ഛനെ കുറിച്ച് പറയാതിരുന്നത്. 8 വയസ്സിന് മൂത്തൊരു ഏട്ടൻ ഉണ്ടെന്നും താൻ അവളെ അറിയിച്ചിട്ടില്ല. അവനെ തനിക്കൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ട്. കാണില്ലെന്നുള്ളതും തൻ്റെ ഒരു വാശിയാണ്. എന്നെങ്കിലും ഒരിക്കൽ അവൻ അറിയും സത്യങ്ങൾ. അയാൾക്കതെല്ലാം പറയേണ്ടി വരും മകനോട്. അന്ന് എൻ്റെ മകൻ നെഞ്ചുപൊട്ടി കരയും. ആ കരച്ചിൽ കേൾക്കാൻ അന്നേരം അമ്മ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. എല്ലാം കണ്ട് അയാൾ സന്തോഷിക്കട്ടെ, ജീവിതം ആസ്വദിക്കട്ടെ. കോടീശ്വരനായ ഒരുവനെ വിവാഹം കഴിക്കാൻ അനാഥയായവൾക്ക് യോഗ്യതയില്ലെന്ന് താൻ തിരിച്ചറിയണമായിരുന്നു. അയാളുടെ മനസ്സിൽ താൻ അയാൾക്ക് ചേർന്ന ഭാര്യ അല്ലായിരുന്നിരിക്കണം. കാർത്തിമോൻ ഇപ്പോൾ 27 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്തായിരിക്കും? പ്രശസ്തനായ സംഗീതജ്ഞൻ മഹാദേവൻ മാസ്റ്ററുടെ മകന്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാകാതിരിക്കില്ലല്ലോ. അങ്ങനെയാണ് ഇതുവരെ കേൾക്കാത്തിടത്തോളം അവന്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഉറപ്പാണ്. മകന്റെ ജീവിതവും അയാൾ നശിപ്പിക്കുകയാണോ? തന്നെ ഉപേക്ഷിച്ച മകനെ കുറിച്ച് താൻ എന്തിനു വേവലാതിപ്പെടണം, അല്ലേ? തൻ്റെ കയ്യിലുള്ളതിനെ എന്തു ചെയ്യണമെന്ന് മാത്രം താൻ ഇപ്പോൾ ചിന്തിച്ചാൽ മതി. എന്തായാലും 5 ദിവസം താൻ പ്രതാപേട്ടന് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ തനിക്ക് അദ്ദേഹത്തിന്റെ ഫോണുകൾ വന്നില്ല എങ്കിൽ ജന്മം നൽകിയ താൻ തന്നെ തന്റെ മകളുടെ ജീവനും എടുക്കും. അവളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് ഒരു മടക്കയാത്ര സാധ്യമല്ല. ഈ 5 ദിവസം കൊണ്ട് ദൈവത്തിന് തീരുമാനിക്കാം നദി എന്ന തന്റെ മകൾ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന്. ഓരോന്ന് ചിന്തിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല യാമിനി. ഫ്രഷ് ആവാൻ പോയ നദി ഇതുവരെ വന്നിട്ടില്ല. വല്ലതും കഴിച്ചോ ആവോ? യാമിനി പതിയെ എഴുന്നേറ്റ് നദിയുടെ റൂമിലേക്ക് ചെന്നു. റൂമിലെ ചെയറിലിരുന്ന് എന്തോ എഴുതുന്നുണ്ട് നദി. കുളി കഴിഞ്ഞ് വേഷമൊക്കെ മാറ്റിയിട്ടുണ്ട്. യാമിനി നദിക്ക് പിന്നിൽ ചെന്ന് നിന്ന് അവളുടെ മുടിയിൽ പതിയെ തലോടി. അവൾ തലയുയർത്തി യാമിനിയുടെ നേർക്ക് നോക്കി. മേശപ്പുറത്ത് എഴുതി പകുതിയാക്കിയ കടലാസിലേക്ക് യാമിനിയുടെ മേകൾ ഒന്ന് ഓടി നടന്നു. നദി അച്ഛന് കത്തെഴുതുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫസ്റ്റ് ലൈനിൽ അവളുടെ മിഴികളുടക്കി. എനിക്കത്രയും സ്നേഹമുള്ള എൻ്റെ അച്ഛന്. യാമിനി പലയാവർത്തി ആ വാക്കുകൾ ഉരുവിട്ടു. മോള് വല്ലതും കഴിച്ചോ? കഴിച്ചു അമ്മേ, എനിക്കിനി ഒന്നും വേണ്ട. അമ്മ സമയമാകുമ്പോൾ കഴിച്ചിട്ട് മരുന്ന് കഴിച്ചോളൂ ട്ടോ. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ വരാം. കുറച്ചു നേരം കൂടി അവൾ എഴുതുന്നതിലേക്ക് നോക്കി നിന്നിട്ട് യാമിനി തിരികെ നടന്നു. 8 മണിയായപ്പോൾ വിശപ്പില്ലെങ്കിലും അവൾ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി പിന്നെ കഴിക്കാനുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷം ബെഡിൽ വന്ന് കിടന്നു. 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് നദി ഉറങ്ങാനായി അമ്മയ്ക്കരികിൽ എത്തിയത്. ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അവൾ അമ്മയ്ക്ക് അരികിലേക്ക് ചാഞ്ഞു. നദി, നിനക്കുറക്കം വരുന്നുണ്ടോ? അമ്മയ്ക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നദിയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ലമ്മേ, പറയൂ. അവൾ അമ്മയുടെ മുഖത്ത് കൈതലോടിച്ചും കൊണ്ട് കിടക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് നിന്റെ അച്ഛനെ കുറിച്ചാണ്. ഒരു നിമിഷം നദിയുടെ വിരലുകൾ നിശ്ചലമായി. അവളുടെ നെഞ്ചിനുള്ളിൽ പെരുമ്പറ കൊട്ടുന്ന ശബ്ദം അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു.
നദിയിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതും യാമിനി മെല്ലെ പറഞ്ഞു തുടങ്ങി. നിന്റെ അച്ഛൻ ഒരു കോടീശ്വരനാണ്. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പരസ്പരം കൂട്ടില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ആ ഒരു തീരുമാനം ശുദ്ധമണ്ടത്തരമായിരുന്നു എന്ന് പിന്നീടുള്ള ജീവിതം എന്നെ പഠിപ്പിച്ചു. അയാൾ സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനായിരുന്നു. ഞാനറിയാതെ പല സ്ത്രീകളുമായും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. പലരുടെയും കയ്യിൽ നിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അയാളോട് ചോദ്യം ചെയ്തതിന്റെ ഫലം അയാൾ എനിക്ക് ശിക്ഷയായി തന്നു. ഞാൻ അയാളുടെ ചെയ്തികളെ ചോദ്യം ചെയ്യതായിരുന്നത്രേ. അയാൾ എനിക്ക് തന്ന ശിക്ഷ വളരെ കരുത്തതായിരുന്നു. കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി എന്നെ ഒരു അഭിസാരികയാക്കി മാറ്റി. അയാൾ അന്നെന്റെ ഗർഭപാത്രത്തിൽ 3 മാസം പ്രായമുള്ള നിന്നെയും അയാൾ വെറുതെ വിട്ടില്ല. നീ അയാളുടെ കുഞ്ഞല്ല എന്ന് വരെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെയും യാമിനി ഒത്തിരി കാര്യങ്ങൾ നദിയോട് പറഞ്ഞു. എന്നാൽ മഹാദേവൻ മാസ്റ്റർ എന്ന പ്രശസ്ത സംഗീതജ്ഞനാണ് അവളുടെ പിതാവെന്ന് മാത്രം അവർ പറഞ്ഞില്ല. അതുപോലെ കാർത്തിക് എന്ന സഹോദരനെ കുറിച്ചും ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. സഹോദരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. കഥകൾ പറയുമ്പോൾ അതായിരുന്നു യാമിനിയുടെ മനസ്സിൽ. താൻ അനുഭവിച്ച കടുപ്പമേറിയ അവസ്ഥകളെല്ലാം യാമിനി മകളോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷമാണ് നദി പൊട്ടി പിളർന്ന് കരഞ്ഞത്. താങ്ങാനാവാത്ത ഹൃദയവതയാൽ അവളുടെ ശബ്ദം ഉയർന്നു പോയിരുന്നു. കുറെ നേരം കരഞ്ഞതിന് ശേഷം അവൾ അനങ്ങാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു. പിന്നീട് യാമിനി ഒന്നും പറഞ്ഞതുമില്ല, നദിയൊന്നും ചോദിച്ചതുമില്ല. ഇരുട്ടിൽ രണ്ടുപേർക്കും പരസ്പരം മുഖഭാവങ്ങൾ അവ്യക്തമാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിയില്ലെന്ന സത്യം രണ്ടുപേർക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. തനിക്കറിയാമായിരുന്ന അച്ഛൻ അമ്മയെ എന്തെങ്കിലും കാരണത്താൽ ഉപേക്ഷിച്ചതായിരിക്കുമെന്ന്. ആ കാരണം തനിക്ക് വേദന നൽകുമെന്നും അറിയാവുന്നതിനാൽ മാത്രമാണ് ഇതുവരെയും അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും അമ്മയോട് ചോദിക്കാതിരുന്നത്. അമ്മ ഇതൊന്നും തന്നോടിപ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്ന് നദിക്ക് തോന്നി. അച്ഛനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും പേറി തന്റെ ജീവിതം ഇങ്ങനെ ഒഴുകി നീങ്ങുമായിരുന്നു. ഇത്രയൊക്കെ തന്റെ അമ്മ അനുഭവിച്ചെങ്കിൽ തന്റെ ജീവിതയാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലും അച്ഛന്റെ മുന്നിൽ വന്നു നിന്നാൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തനിക്കാവുമോ? വെറുത്തു പോവില്ലേ താൻ? അമ്മ അച്ഛനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും അച്ഛൻ ആരാണെന്നോ അച്ഛന്റെ പേരെന്താണെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കേൾക്കുകയും വേണ്ട. അന്നത്തെ കച്ചേരി തുടങ്ങിയതിന്റെ അല്പ സമയം മുൻപാണ് കാർത്തിക് തിരിച്ചെത്തിയത്. കച്ചേരി സമയത്തെല്ലാം അവന്റെ ശ്രദ്ധ അച്ഛന്റെ മുഖത്തേക്കായിരുന്നു. ഇതുവരെ അവൻ കാണാത്തൊരു ഭാവം അവിടെ നിയലിച്ചു നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൻ ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി അച്ഛനെന്ത് പറ്റിയെന്ന് ആംഗ്യത്തിലൂടെ ചോദിച്ചു. ബദ്രി അറിയില്ലെന്ന് കൈമലർത്തി കാണിച്ചു. പാടുമ്പോൾ അച്ഛന്റെ സ്വരങ്ങളിൽ വരുന്ന പതർച്ചയും ആരോപണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും അവനെ ചിന്താകുലനാക്കി. അവൻ സംഗീതം അഭ്യസിച്ചതിന് ശേഷം അച്ഛനിൽ നിന്നും ഇത്തരമൊരു അനുഭവം ആദ്യമായിരുന്നു. പുലർച്ചെ 2 മണി കഴിഞ്ഞു കച്ചേരി അവസാനിക്കുമ്പോൾ തിരിച്ചു റൂമിലെത്തിയതും അവൻ അച്ഛന്റെ അരികിൽ വന്നിരുന്നു. അച്ഛൻ എന്തു പറ്റി? മുഖമെല്ലാം വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തോ വല്ലാത്ത തലവേദന സഹിക്കാൻ പറ്റുന്നില്ല, അയാൾ അലക്ഷ്യമായി പറഞ്ഞു. ആ പറഞ്ഞത് കളവാണെന്ന് കാർത്തികിനും മനസ്സിലായി. അച്ഛന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും സംഗീതത്തെ ബാധിക്കില്ലെന്ന് അവന് നന്നായി അറിയാം. അച്ഛന്റെ മനസ്സിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛനെ കുറച്ചു നേരം തനിച്ചു വിടുന്നതാണ് നല്ലതെന്ന് തോന്നിയ കാർത്തിക് പിന്നെയൊന്നും അയാളോട് സംസാരിച്ചില്ല. അന്നു തന്നെ എല്ലാവരും ഹോട്ടലിൽ നിന്നും തിരുവനന്തപുരം മാളികയിലേക്ക് യാത്ര തിരിച്ചു. നദിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഒന്നും മറ്റാരും അറിയരുതെന്ന് പിള്ളച്ചനോട് ചട്ടം കെട്ടി. ഒരു കാരണവശാലും കാർത്തിക്കിനെ അറിയിക്കരുതെന്ന് അവൻ അയാളെ പിന്നെയും ഓർമ്മിപ്പിച്ചു. പുലർച്ചെ 3 മണിയായിട്ടും സത്യപ്രതാപൻ വീട്ടിലേക്ക് പോയിട്ടില്ല. അയാൾ തന്റെ ഓഫീസ് റൂമിലെ മേശവലിപ്പ് തുറന്നു വെച്ച് എന്തോ തിരയുകയാണ്. പെട്ടെന്നാണ് അയാളുടെ കയ്യിൽ യാമിനി കൊടുത്തേൽപ്പിച്ച കത്ത് തടഞ്ഞത്. അയാൾ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. അതിന്റെ പുറത്ത് ഒന്നും എഴുതാതിരുന്നത് കൊണ്ട് അത്യാവശ്യമുള്ളതല്ലെന്ന് അയാൾക്ക് തോന്നി. ഇപ്പോഴേ തിരക്കിനിടയിലും ഒന്നും ഇത് വായിക്കാൻ നേരമില്ല. എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാം. നാളത്തെ മീറ്റിംഗ് കഴിയട്ടെ, അതിനുശേഷം സ്വസ്ഥമായി വായിക്കണം. അയാൾ ആ കവർ എടുത്ത് വീണ്ടും മഞ്ഞ ഫയലിനുള്ളിലേക്ക് വെച്ചു. പിന്നീട് ഫയലുകളെല്ലാം ഒതുക്കി ബ്രീഫ് കേസിനുള്ളിൽ വെച്ചുകൊണ്ട് അയാൾ ഓഫീസ് റൂം പൂട്ടിയിറങ്ങി. അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയാതെ നേരം വെളുപ്പിച്ചു നദി. പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ കിച്ചണിൽ കയറി പണികളെല്ലാം ചെയ്തു. അതിനുശേഷം ക്ലാസ്സിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്കും തിരിഞ്ഞു.
ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാര തുറന്നപ്പോഴാണ് അച്ഛന് എഴുതിയ കത്തുകൾ അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾ ആ കത്തുകളെല്ലാം എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. ഒരു വർഷം 12, 13, ചിലപ്പോൾ 14 കത്തുകൾ എഴുതും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ ആണ് അവൾ അച്ഛന് കത്തെഴുതി തുടങ്ങുന്നത്. പിന്നീട് ഇന്നലെ വരെ അതിനൊരു മുടക്കവും ഉണ്ടായിട്ടില്ല. 10 വർഷത്തെ കത്തുകൾ, ഇനിയൊരു കത്തുപോലും ഞാൻ അച്ഛന് എഴുതില്ല. ഇന്നലെ വരെ എൻ്റെ കത്തുകൾ സ്നേഹമാണ് നിഴലിച്ചു നിന്നിരുന്നത്. എന്നാൽ ഇന്നു മുതൽ ആ സ്നേഹത്തിന്റെ ഉറവ് പറ്റിക്കഴിഞ്ഞു. ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് കത്തെഴുതുക? അവൾ കിച്ചണിൽ പോയി വലിയൊരു കവർ എടുത്തും കൊണ്ടുവന്നു. ആ കത്തുകളെല്ലാം അതിലേക്ക് വാരിയിട്ടു. എന്നിട്ട് അത് ചുറ്റിക്കെട്ടിക്കൊണ്ട് അലമാരയുടെ ഏറ്റവും അടിയിലേക്ക് വലിച്ചു. അത് വലിച്ചെറിയുന്ന നിമിഷം അവളുടെ കൺപീലികളിൽ നിന്നും ചുട്ടുപൊള്ളുന്ന 2 മേനീർക്കണങ്ങൾ കവിളിലേക്ക് അടർന്നു വീണിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.